ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അവയർനെസ് ഉണ്ടാവണം നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത്? അതും ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ പ്രിവെന്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ചോദിക്കില്ല, MT വാസുദേവൻ സാരോട് നമ്മളൊരു ചോദ്യം ചോദിക്കില്ല. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ ഒരിക്കലും ഡയറക്ഷൻ എൻ്റെ അജണ്ടയിലുള്ള കാര്യമല്ല, അത് സംഭവിച്ചതാണ്. കുറേ ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു. പിന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം കൂടി എനിക്കുണ്ടായിട്ടില്ല എന്ന കാര്യം പറയാമല്ലോ. പ്ലീസ് നോട്ട്. ഇത് കാരണം ഇനി എല്ലാവർക്കും നായകന്മാരുടെ അമ്മ വേഷങ്ങളിലേക്ക് മാത്രം എന്നെ കൺസിഡർ ചെയ്യരുത്. കാരണം അത് ഞാനിപ്പോൾ ചെയ്യില്ല. ആ കാലത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്, അവർ അണ്ടർഗോ ചെയ്തതിനെ പറ്റിയിട്ട് അത്രയും വലിയൊരു റിസർച്ചും കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഡയറക്ടർ പാരഞ്ജിത്തിൻ്റെ ടീമും എല്ലാവരും എത്രത്തോളം അവർക്ക് എക്സ്കവേറ്റ് എടുക്കാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച്, പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെയൊക്കെയാണ് നമ്മൾ ആ ഗംഗമാൾ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് സൃഷ്ടിച്ചത്. ഇതിൽ എനിക്ക് പറയാനുള്ള പാർവതി എന്ന നിലയിൽ എനിക്ക് ഗംഗമാളിലും സുധക്കുട്ടിയിലും എന്നിലൊക്കെ കാണുന്ന സിമിലർ സ്ട്രീക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കൾച്ചറലി പല കാര്യങ്ങൾ എന്തൊക്കെ മാറിയാലും ചില സ്ട്രഗിൾസൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് സോ മെനി ടൈംസ്. നമ്മൾ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ആലോചിക്കുമ്പോൾ വിതൗട്ട് ഗിവിങ് അവേ ടു മച്ച് തീം വൈസ് ചിലപ്പോൾ ഒരു ത്രെഡ് ഓഫ് കോമണാലിറ്റി ഉണ്ടാവാം. ചോദിക്കില്ല, MT വാസുദേവൻ സാരോട് നമ്മളൊരു ചോദ്യം ചോദിക്കില്ല. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു പ്ലാൻ. നമ്മൾ ഒരുപാട് കാലം സ്വപ്നം കണ്ടതായിരുന്നു സാറിനെ പോലത്തെ ഒരു മനുഷ്യൻ്റെ സംഭാഷണങ്ങൾ, ഒരു നടനായി നിന്നുകൊണ്ട് കഥാപാത്രമായി മാറിക്കൊണ്ട് അത് ഒരു ദിവസം രാത്രി പ്രിയദർശൻ സാറിൻ്റെ ഒരു കോളിലൂടെ സംഭവിച്ചപ്പോഴാണ് വളരെ സന്തോഷം തോന്നിയത്. തീർച്ചയായിട്ടും വിഷ്ണു ചോദിച്ച ചോദ്യത്തിലുള്ള പ്രസക്തി എനിക്ക് മനസ്സിലാവും. ജോസ് പ്രകാശ് സാർ ഇത് ഒരുപാട് വലിയ വലിയ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് അത് തുടരാൻ ഇപ്പോൾ അത് നമ്മൾ ഈ റിലേയിൽ കൈമാറില്ല, ബാറ്റൺ കൈമാറുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. അതിൻ്റെ അവസാനത്തെ റൗണ്ടിൽ ഓടിപ്പോകുന്ന ഒരു അത്ലറ്റിൻ്റെ ആ ബാറ്റൺ വാങ്ങി ഓടുന്ന ഒരു മൂഡായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കല്ലറയിൽ പോയി അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടി ഒരു മൗനാനുവാദം. ഇത് വളരെ ഭൗതികമായൊരു വ്യായാമം മാത്രമല്ലല്ലോ ഈ അഭിനയം എന്നൊക്കെ പറയുന്നത്, ഒരു ആത്മീയമായൊരു ഇടപെടലും കൂടിയാണ്. ആത്മീയത എന്നുള്ള വാക്കൊക്കെ വലിയ പ്രശ്നമാവും, ആ രീതിയിൽ കാണേണ്ടതിനെ. അപ്പം അങ്ങനെയും കൂടിയാണ് ഞാൻ ഇതിനെ സമീപിച്ചത്. അവിടെ നിന്ന് നേരെ MT സാറിന് അടുത്ത് പോകുന്നു, അദ്ദേഹത്തോട് നിരന്തരമായിട്ട് എൻ്റെതായ സംശയങ്ങൾ ചോദിക്കും. പാർവതി മറ്റ് സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ അവരുടെ വിശദാംശങ്ങൾ വാങ്ങിച്ചു വയ്ക്കുക, ഏറ്റവും അധികം ചോദ്യങ്ങൾ സംവിധായകനോട് ചോദിക്കുക, എഴുത്തുകാരനോട് സംവിധായകനോട് നിരന്തരം കലഹിക്കുക. ഇപ്പോൾ സുധക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരുമല്ലോ. അപ്പോൾ ഈ സുധക്കുട്ടി ആവാനുള്ള ശ്രമങ്ങൾ അതിനെപ്പറ്റി പറയാം. വളരെ എളുപ്പമായിരുന്നു ആ ഒരു തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ ടൈം. ഒബ്വിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ സത്യമായിട്ടും 9 ദിവസം ഞാനും നിമിഷവി നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം, ഇപ്പം ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട്. കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത 9 ദിവസത്തിലാണ്. ഈ 9 ദിവസങ്ങൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല ആരും. ഓൺ സെറ്റ് നമ്മളൊന്നും ഫോണിലേക്ക് തിരിഞ്ഞ് നോക്കുക, ഇൻസ്റ്റഗ്രാം ഒന്നും, ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് സാറാണെങ്കിലും നരയും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ ശ്യാം സാറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്യാം സാറിന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. സുധക്കുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. മ്യൂസിക്കലി
അതൊരു എൻട്രി പോയിന്റ് ആവുക. പിന്നെ അലങ്കാരം, കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ, അതൊക്കെ അതിലേക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു പോർട്ടലിലൂടെ ഒക്കെ കടക്കുന്ന ഒരു ഫീലായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞ കാഴ്ചയിലാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒന്നാമത് ശ്യാം സാറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ശ്യാം സാർ വന്നിട്ട് ചോദിക്കുള്ളൂ. എന്താണ് പാർവതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയും, നമുക്കെന്നാൽ അതിനനുസരിച്ച്, അല്ലാതെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. എന്തെങ്കിലും കാര്യത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ ചോദിക്കും എന്താണ് പാർവതിക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പറയും, അതിനനുസരിച്ച് നമുക്ക് വി വിൽ വർക്ക് ഇറ്റ് ടുഗെദർ എന്നായിരുന്നു. സോ ആൻഡ് ഐ ഓൾസോ ഹാഡ് എം.ടി. വാസുദേവൻ സാർസ് വൈഫ്, എൻ്റെ വല്യമ്മയായിട്ട് അഭിനയിച്ചത് മാമാണ്. അതേപോലെ ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ ഒരു സീനിൽ. അപ്പം എനിക്ക് തോന്നുന്നത് കലക്റ്റീവ്ലി ആ ഒരു അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത് പോലെ. കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഇപ്പോൾ സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാനും ഒക്കെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നതിൽ വല്ലാത്തൊരു ഔചിത്യക്കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത്. പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മരിയാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്പിബിയിലെ ഒരു ഡെസേർട്ടിൽ അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകൾ എടുത്തിരുന്ന ഒരു ഉത്തരവാദിത്ത ബോധത്തെ പറ്റിയിട്ട് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ ക്രൂ ആണ് വേസ്റ്റ് ഇട്ടിരുന്നത്, അവിടുത്തെ ആളുകൾ അത് വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അവിടുത്തെ പുറമേയുള്ള പല ആളുകളും പ്രകൃതിയോടൊക്കെ അത്ര കണ്ട് ഉത്തരവാദിത്തം കാണിക്കുമ്പോൾ നമ്മളെവിടേക്കോ അത് മറന്നു പോകുന്നതിനൊരു വലിയ പ്രശ്നമുണ്ടെന്നും അത് നമ്മൾ ഹൈ ടൈം നമ്മൾ അതിനെ ശരിയാക്കേണ്ട ഒരവസ്ഥയുമാണ് വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പരിസ്ഥിതിയിലുള്ളതെന്ന് ആണോ പാർവതി മനസ്സിലാക്കിയിട്ടുള്ളത്? താങ്ക് യു വിഷ്ണു. ആക്ച്വലി വിഷ്ണു അതിൽ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. മരിയാൻ എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമല്ല, പല സിനിമകളിലും നമ്മളിപ്പോൾ യൂറോപ്പിലും പല സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു, അവിടെ ചില സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ്. അത് നമ്മൾ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ചില ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ഒരു കൂടി വന്നിട്ട് അതൊരു വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല. ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ മറവി എന്നുള്ളതും മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര അവയർനെസ് ഉണ്ടാവണം നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത്? അതോ ഇങ്ങനൊരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? പിന്നെ ഓരോ പൗരനും തോന്നേണ്ട ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഇപ്പം പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ പ്രിവെന്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷെ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല സാർ. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രോപ്പർ അതിനൊരു ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് ഞാൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ എസ്പെഷ്യലി ചേച്ചി സംസാരിച്ചും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു ഗ്ലോബൽ സ്കെയിലിലാണ് നമ്മൾ എം.ടി. വാസുദേവൻ നായർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്. അപ്പം അത് ഗ്ലോബൽ സ്കെയിലിലേക്ക് ചെല്ലുമ്പോൾ തിയേറ്ററിക്കലി ആ വഴി വേണേ പോകാമായിരുന്നു. പക്ഷേ ഈ ചോയ്സ് കുറേയും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അഗ്രി ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് വൺ സെക്കൻഡ്, ഞാൻ എൻ്റെ കോസ്റ്റാർസിനോട് എല്ലാവരോടും പറയേണ്ടിയിരിക്കുന്നതാണ്, ഞാൻ ആദ്യം ഇത്രയും സംസാരിക്കുന്നത് എനിക്ക് പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ. അതിലോട്ടുള്ള ചോദ്യങ്ങൾ വരാത്തത് അതുകൊണ്ടായിരിക്കും. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ്. യെസ്, താങ്ക്സ്. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് അത് വേറൊരു ഡയറക്ടർ ചെയ്യേണ്ടതായിരുന്നു. ഒരു ബോളിവുഡ് ആക്ട്രസിനെ വെച്ച് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. ചില പ്രത്യേക സാഹചര്യം കൊണ്ടത് നടന്നില്ല. അപ്പോൾ ആ കഥ തന്നെ മാറ്റി വയ്ക്കാം എന്നാണ് ആദ്യം തീരുമാനിച്ചത്. വേറൊരു കഥ പ്ലാൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് വളരെ നിർബന്ധമായിരുന്നു ആ കഥ വേണം. ആ പ്ലാറ്റ്ഫോമിനും ആ കഥയോട് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പല സൂം മീറ്റിങ്ങിലും ഈ കഥ നെറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. ഒരു റൈറ്ററുടെ പെർസ്പെക്റ്റീവിന് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നെറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അവരെന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അല്ലാതെ ഞാൻ ഒരിക്കലും ഡിറക്ഷൻ എൻ്റെ അജണ്ടയിലുള്ള കാര്യമല്ല, അത് സംഭവിച്ചതാണ്. കുറേ ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു.
പിന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം കൂടി എനിക്കുണ്ടായിട്ടില്ല, എന്നുള്ള കാര്യം പറയാമല്ലോ. അത് സുധീറും പിന്നെ സരിഗമയുടെ ആൾക്കാരൊക്കെയാണ് അവിടെ പോയി പറയുന്നത്. അപ്പോൾ അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നാണ് അവിടുന്ന് വന്ന ഉത്തരം. അതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റ് പലകുറി വായിച്ചു. 1-2 കാര്യങ്ങൾ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാലഘട്ടം 1988-89 കാലഘട്ടമാണ് കഥ. അപ്പോൾ 1-2 കാര്യങ്ങൾ സംശയമുള്ളതിൽ മാത്രമേ ഞാൻ പോയി ചോദിച്ചുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. പ്രിവ്യൂ എല്ലാ സിനിമകളുടെയും അച്ഛൻ കണ്ടതാണ്. വിൽപ്പന കണ്ടതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങൾ, ചില കഥകളിൽ ചില സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വിൽപ്പന കണ്ടതിന് ശേഷം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിനയിച്ച സിനിമയുടെ ഒരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റ് സിനിമകൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം സാധാരണ എല്ലാവരുടെയും പോലെ അറിയാമെന്നല്ലാതെ ആ സിനിമകളിൽ എന്ത് സംഭവിക്കുന്നു, ആ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു, അതിൻ്റെ ഇതേ രീതിയാണോ ഫോളോ ചെയ്യുന്നത് ഒന്നും നമ്മൾ ചോദിച്ചിട്ടുമില്ല, ചോദിക്കാൻ ശ്രമിച്ചിട്ടുമില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം നമ്മളുടെ ജോലി, നമ്മൾ ഏൽപ്പിച്ച വർക്ക്, നമ്മൾ ആ ഒരു ലൊക്കേഷൻ, അതിൻ്റെ സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള രീതി തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എല്ലാ പ്രേക്ഷകനെ പോലെയും നമ്മളും ഈ 15-ാം തീയതി മറ്റുള്ള സിനിമകളൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് മാത്രം. ഞാൻ ആക്ച്വലി ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോൾ ഒരു ബൊക്കെ പോലെ ഉണ്ടായിരുന്നു അല്ലേ കാണാൻ. ശരിക്കും സച്ച് എ ബ്യൂട്ടിഫുൾ ബൊക്കെ ദ പോസ്റ്റർ ഡിസൈൻ. പക്ഷെ മലയാള സിനിമയിൽ ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിലും പറയുന്നത് ആൾക്കൂട്ടത്തിൽ തനിയിൽ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ് വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട്. ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ആ വിഷനുമായിട്ട് അലൈൻ ആണെങ്കിൽ ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയം എനിക്കിപ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ ആസിഫുണ്ട്, നിവിൻ കെയിം ഇൻ ദ വെരി എൻഡ് ഒരു ഷോട്ടിനായിട്ട്, അത് ശ്രീനിവാസൻ സർ, എല്ലാവരും അതിലൊരു ക്യാരക്ടറായിട്ട്, കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാനാണ് വരുന്നത്. അവരവരുടെ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ളൊരു സ്പേസ് അല്ല. ഇപ്പോൾ MT വാസുദേവൻ നായർ സാറിൻ്റെ ഒരു ആന്തോളജിയിലെ ഒരു ഭാഗം, ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് ഐ എം റൈറ്റ് ഇൻ സെയിങ് ദാറ്റ്. ഇങ്ങനത്തെ ഒരു അവസരം അങ്ങനെ എനിക്ക് ആദ്യം അശ്വശേഷിയുടെ കോള് വന്നപ്പോൾ ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ യെസ്, ദർ ഇസ് നോ അതർ തിങ്. ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. MT സാറിൻ്റെ വേർഡ്സ് ദാറ്റ് ഹി ക്രിയേറ്റഡ്, അതിന് പകരം വെക്കാൻ വേറെ ആരുമില്ല. അപ്പം അതിലൊരു അഭിനേത്രി എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ കോഴിക്കോട്ടുകാരാണ്. ഒരു വടക്കൻ വീരഗാഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചത്? ഞാൻ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായൺ സാറ് അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടിയെടുത്തി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ഒരു 2.5-3 മണിക്കൂറുള്ള ഒരു പ്ലേ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാടകമൊക്കെ ചെയ്യാനല്ലാതെ സിനിമയൊന്നും മോഹിക്കാൻ മാത്രമുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത്, കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് കേട്ടോ, അതൊന്നും നടക്കില്ലല്ലോ എന്നുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യം സുധീരേട്ടൻ വിളിച്ചപ്പോൾ പറയുന്നത് കുട്ടിയെടുത്തി എന്നുള്ളതായിരിക്കും. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് മാറ്റി. അങ്ങനെ പിന്നെ ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം, ആ സിനിമയിൽ സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു.
പിന്നെ അതിൽ ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഈ ആന്തോളജിയിൽ ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയൻ സാറ് ഓളവും തീരവും ചെയ്ത സമയത്ത് ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടറിനാണ് എന്നെ വിളിച്ചത്. അപ്പോഴും എനിക്ക് അറിയില്ല, ഞാൻ അത് വായിച്ചിട്ടേ ഉള്ളൂ, സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നോട് ആദ്യം തന്നെ വിളിച്ച് ആ സിനിമ കാണരുത്, അതെനിക്ക് വേണ്ട, ആ രീതിയിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും കോമഡിയൊക്കെ പോലെ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും അറിയാതെ പോയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷേ എനിക്കത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. ഒരു 67 വയസ്സുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് അത്. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രയാസം ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു വലിയൊരു ചാലഞ്ച് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ഛായയായിരിക്കും അവൾക്ക് എന്നൊക്കെ. അതേപോലെ തന്നെ ലാൽ സാറിൻ്റെ ഒരു അമ്മായിയമ്മയായിട്ടും വരും. പ്ലീസ് നോട്ട്, ഇത് കാരണം ഇനി എല്ലാവർക്കും നായകന്മാരുടെ അമ്മ വേഷങ്ങളിലേക്ക് മാത്രം എന്നെ കൺസിഡർ ചെയ്യരുത്, കാരണം അത് ഞാനിപ്പോൾ ചെയ്യില്ല. ദുർഗ പിന്നെ എൻ്റെ നാട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ കൂട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ ഞാനൊരു കൺസിഡർ തന്നതാണ് കേട്ടോ. അത് മാത്രമല്ല MT സാറിൻ്റെ എന്ത് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു അത്രയും ആഗ്രഹമുണ്ട്. അപ്പോൾ ആക്ടേഴ്സ് എപ്പോഴും ബെഗേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്താണോ കിട്ടുന്നത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇത് സെലക്ട് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം, ഈ ക്യാരക്ടർ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ നിമിഷം വരെ എനിക്ക് വരാത്തത് കൊണ്ടും എനിക്കിത് വലിയൊരു ഗിഫ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഏജൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഇത് 67 വയസ്സ്, അതും 67 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരു കഥ. അപ്പം അതൊക്കെ എനിക്ക് വളരെ ചലഞ്ചിങ് ആണ്. ഒരു 2-3 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഈ 2 സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അതും എല്ലാ ലെജൻസിൻ്റെ കൂടെയുമുള്ള ഓളവും തീരവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റി. അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതി. അല്ല, ഞാനും വളരെ ആകസ്മികമായിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. MT സാറിൻ്റെ നോവലുകൾ നാലുകെട്ടും കാലവും രണ്ടാമഴും ഒക്കെ വായിച്ചിരുന്ന കാലം, അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിരന്തരമായി കണ്ടിരുന്ന കാലം. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു നഷ്ടമുണ്ടായിട്ടുണ്ട്. MT സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു നല്ലൊരു വേഷം MT സാറിൻ്റെ വീട്ടിൽ പോയി കണ്ടു. KS സേതുമാധവൻ സാറ് സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു വേനൽ കിനാവുകൾ. ആ സിനിമയിൽ എന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നീട് എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോയി. വലിയൊരു സങ്കടമായിരുന്നു. പിന്നെ MT സാറിന് ഒരു തിരക്കഥയിലേക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടാവൂ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ ഓളവും തീരവും പ്രിയൻ സാറ് സംവിധാനം ചെയ്തു. അതിലെനിക്കും ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. സുധീർ അമ്പലപ്പാടാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. പിന്നെ ലൊക്കേഷനിൽ ചെല്ലുന്നു, അശ്വതിയെ പരിചയപ്പെടുന്നു. വളരെ മനോഹരമായിട്ട് ആ ക്രൂവിൻ്റെ കൂടെ കൂടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. പ്രിയൻ സാറ് നന്നായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മറിമായം ടീമിനെ എല്ലാവരെയും പ്രിയൻ സാറിന് ഒരുപാട് ഇഷ്ടമാണ്. പലരെയും ഈ സിനിമയിലേക്ക് വിളിച്ച് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മറിമായത്തിലെ മണികണ്ഠനും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് എന്തായാലും പ്രിയൻ സാറിൻ്റെ ഒരു ഗ്രൂപ്പിൽ വരാനും ആ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പിന്നെ ഓളവും തീരവും ഫസ്റ്റ് വന്ന ടൈമിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. ആ സിനിമയിൽ പിന്നെ ഈ കാലത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. ഇപ്പം ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്താണെങ്കിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, ഇന്ന വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ. പക്ഷേ എൻ്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല MT സാറിൻ്റെ ഇനി അങ്ങോട്ടേക്ക് ഒരു കഥയിൽ ഒരു കഥാപാത്രമായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയിലെ മെയിൻ കഥാപാത്രമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ എല്ലാവരും പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒപ്പം നായികയാവാൻ സാധിച്ചു. അതുപോലെ തന്നെ സന്തോഷ് ശിവൻ സാറിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഒന്ന് വന്നു പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സിനിമയാണ്. അതും ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അപ്പം എല്ലാം കൊണ്ടും ഞാനിതെൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് ഒരിക്കലും
ഓളം തീരത്തിൻ്റെ ഒരു റീക്രിയേഷൻ അല്ല ഇപ്പം ചെയ്യുന്ന ഓളം തീരം. തിരക്കഥ ഒന്നാണെന്നേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് ഇപ്പം ഇത് പ്രിയദർശൻ സാറിൻ്റെ രീതിയിലുള്ളൊരു ഡയറക്ഷനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു MT സാറ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള തിരക്കഥയായിരുന്നു ഓളവും തീരും. അത് കഴിഞ്ഞ ശേഷം ഒരു അതെ നമുക്ക് പ്രിയദർശൻ സാറ് പുസ്തകത്തിൽ നിന്നാണ് പുസ്തകം വായിച്ചിട്ട് അതെ ആ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് വായിച്ചിട്ടാണ് സാറ് ഇത് സിനിമയാക്കുന്നത്. അപ്പോൾ രണ്ടും നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ചലഞ്ചിങ് എന്ന് പറയുന്ന പോലെ പ്രേം സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ആരും കാണരുത് എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആദ്യം സംസാരിക്കുന്നത് സുധീർ ഏട്ടൻ്റെ അടുത്താണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രേം സാറിനായിട്ട് സംസാരിക്കുന്നതും കാണുന്നതൊക്കെ. സാർ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പോയിട്ട് സിനിമ കണ്ടു. എൻ്റെ അടുത്ത് സുധീർ ഏട്ടൻ ഇങ്ങനെ ഓളം തീരും എന്ന സിനിമ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ ഓളം തീരും എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ആദ്യം കണ്ടുപോയി. പക്ഷെ എനിക്കങ്ങനെ ഈ പറയുന്ന പോലെ രണ്ടാണ്. നമുക്കൊരിക്കലും അതൊരു കമ്പയർ ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. രണ്ടും രണ്ട് സിനിമയായിട്ട് തന്നെ കാണണമെന്നുള്ളൂ. ചേച്ചീൻ്റെ അടുത്ത് സാർ ആദ്യം പറഞ്ഞതുകൊണ്ട് ചേച്ചി മാത്രം കാണേണ്ടി പോയി. എനിക്കൊന്ന് നമ്മൾ മിക്കവരും കണ്ടിട്ടൊക്കെ പോയത്. ഇത് ഈ പ്രോജക്റ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത് MT സാറിൻ്റെ തന്നെ കമ്പനിയായ ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. സരിഗമയായിട്ടാണ് ചേർന്ന് ചെയ്തത്. അപ്പം നമ്മൾ ഭാവിയിൽ പ്രത്യേകിച്ച് MT സാറിൻ്റെ ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് നല്ല കോണ്ടന്റുകൾ തിരഞ്ഞെടുക്കാനും ഫ്യൂച്ചറിൽ അത്രയും ടാലൻ്റായ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു കമ്പനിയുടെ ആഗ്രഹവും. അത് തന്നെയാണ് സാറിൻ്റെയും വിഷൻ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് നമ്മളിങ്ങനെ ആദ്യമേ ഒരു ആന്തോളജി പ്രൊജക്റ്റിലേക്ക് വന്നത്. നമ്മുടെ നരച്ച മുണ്ടും സേഫ്റ്റി പിന്നൊക്കെ തന്നെയാണ് കിട്ടാൻ സാധ്യത. പക്ഷെ അതിനുശേഷം പത്മേന്ദ്രനായി എന്താണ് മാറ്റമുണ്ടോ വേഷങ്ങൾ? അത് ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അനൂപ് മേനോനല്ല പറഞ്ഞത്, മുസ്തഫയാണ്. നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള മുസ്തഫയാണ് പറഞ്ഞത്. അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുഭവം മറിച്ചൊന്നുമല്ല. സംവിധായകനായിട്ട് അദ്ദേഹം ഇതായിട്ടുണ്ടെങ്കിലും ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും, അതിന് ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്ഥിരം ഭാഗമായിട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ സമയം മുതലേ സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് തരുന്ന വലിയൊരു ഉപദേശമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെന്തായാലും നടന്നല്ലേ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ജോലിയാണ് അറിയാം. അതിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് എന്നാണെങ്കിലും അത് ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവും. ശുഭാപ്തി വിശ്വാസമല്ലേ വേണ്ടത്.